ബഹുമാന്യരായ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് നമസ്കാരം. ഈ ഒരു സെക്ഷനിൽ കൂടെ പോളിംഗിൻ്റെ തലേദിവസം അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് നോക്കിപ്പോകുന്നത്. പോളിംഗിൻ്റെ തലേദിവസം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ചില വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. എന്നിരുന്നാലും കുറച്ച് അഡീഷണൽ ടിപ്പുകൾ നമ്മൾ ഈ ഒരു വീഡിയോ സെക്ഷനിൽ കൂടെ നോക്കിക്കാണാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ ചിലർ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാവാം, അതേസമയം മറ്റു ചിലർക്ക് ഇത് പ്രയോജനകരമായിരിക്കാം. ഇലക്ഷൻ കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യേണ്ട വ്യത്യസ്തങ്ങളായിട്ടുള്ള കവറുകളും ഫോമുകളും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതിൽ ഫില്ല് ചെയ്യേണ്ട കുറച്ച് ഡേറ്റകളുടെ കുറവുകൾ മാത്രമേ നമുക്ക് നിലവിലുള്ളൂ. ഒരു പരിധിവരെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷം ആ ഡേറ്റകൾ നമുക്ക് പൂർണ്ണമായിട്ടും ലഭിക്കും. എങ്കിൽ പോലും പ്രസ്തുത ഫോമുകൾ അതിൻ്റെ കവറുകളിലിട്ട് വേണ്ട രീതിയിൽ അവ കോഡ് ചെയ്ത് കവറുകളിൽ വേണ്ടുന്ന ലേബലുകൾ ചെയ്ത് നമുക്ക് പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം പോളിംഗ് നടക്കുന്ന ദിവസം അത് വളരെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫില്ല് ചെയ്യാനുള്ള ഡേറ്റകളുടെ കുറവ് മാത്രമേ നമുക്കുള്ളൂ. നമുക്ക് കവറും ഫോമുകളും ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം തലേ ദിവസം നമുക്ക് ഓരോ ഫോമുകൾ അതാത് കവറുകളിലിട്ട് കവറിന് ഒരു ലേബൽ, അതായത് അതിനെ ഒന്ന് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചില കോഡുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ലേബൽ ചെയ്തിരുന്നാൽ നമ്മുടെ വർക്ക് വളരെയധികം ഫാസ്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. എങ്ങനെ കവറുകൾ കോഡ് ചെയ്തെടുക്കണം എന്നതിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാം. ഒരു പ്രിസൈഡിംഗ് ഓഫീസർക്ക് വളരെ വലിയൊരു ഉത്തരവാദിത്തമാണുള്ളത്. വോട്ടെടുപ്പ് ദിവസത്തെ സമ്മർദ്ദം ഒഴിവാക്കാൻ PRO തലേ ദിവസം തന്നെ എന്തൊക്കെ പൂർത്തിയാക്കണം എന്നതിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. തലേ ദിവസം വൈകുന്നേരം തന്നെ തയ്യാറാക്കേണ്ട ചില ഫോമുകളും കവറുകളുമുണ്ട്. അതിൽ ബൂത്ത് നമ്പർ, ബൂത്തിന്റെ പേര്, നിയമസഭാ മണ്ഡലത്തിന്റെ പേര്, തീയതി, ഡിസ്റ്റിങ്ക്വിഷിംഗ് മാർക്ക്, സീൽ ഇതൊക്കെ തലേദിവസം തന്നെ രേഖപ്പെടുത്തി വെക്കണം. നമുക്കിവിടെ ഏകദേശം 6 പാക്കറ്റുകളാണുള്ളത്. വൈറ്റ് പാക്കറ്റ് 1, 2, 3, അതുപോലെ തന്നെ യെല്ലോ, ബ്രൗൺ, ബ്ലൂ പാക്കറ്റുകളുണ്ട്. കോഡ് നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഓരോ പാക്കറ്റിനും ഉള്ളിൽ വരുന്ന കവറുകൾ തിരിച്ചറിയാൻ സാധിക്കും. ഉദാഹരണമായിട്ട് പാക്കറ്റ് നമ്പർ 2-ൽ ഏകദേശം 4 കവറുകളോളമാണ് വരുന്നത്. അപ്പം പാക്കറ്റ് നമ്പർ 2 വൈറ്റ് കവർ ആവുന്നതുകൊണ്ട് തന്നെ അതിൽ ആദ്യം പറഞ്ഞിരിക്കുന്ന അൺസീൽഡ് കവറാണ്. അത് സ്റ്റാറ്റ്യൂട്ടറി ആണ്, അൺസീൽഡ് കവറാണ്. അപ്പം അതിന് നമുക്കൊരു കോഡ് കൊടുക്കാം. പാക്കറ്റ് നമ്പർ 2-ലെ വൈറ്റ് പാക്കറ്റിലെ 1ാമത്തെ കവറിന് നമുക്ക് ഒരു കോഡ് കൊടുക്കാം. 2W1 എന്ന കോഡ് നമ്പർ ഉപയോഗിച്ചാൽ മതിയാവും. അതുപോലെ തന്നെ 2ാമത്തെ കവർ എന്ന് പറയുന്നത് സീൽഡ് ആണ്. അതുകൊണ്ട് 2WS2, അതായത് 2 എന്ന് പറയുമ്പോൾ 2ാമത്തെ പാക്കറ്റാണ്, W വൈറ്റ് ആണ്. 2ാമത്തെ വൈറ്റ് പാക്കറ്റിലെ S സീൽഡ് ആണ്, S അതിലെ 2, അതായത് 2WS2 എന്ന കോഡ് നാമം ഉപയോഗിക്കാം. അതുപോലെ തന്നെ പാക്കറ്റ് നമ്പർ 2-ലെ വൈറ്റ് കവറിലെ 3ാമത്തെ കവർ എന്ന് പറയുന്നത് അൺസീൽഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് 2W3 എന്ന കോഡ് നമ്പർ ആ കവറിന്റെ മുകളിൽ നമുക്ക് വ്യക്തമായി എഴുതി വയ്ക്കാം. പാക്കറ്റ് നമ്പർ 2-ൽ 4ാമത് വരുന്ന കവർ എന്ന് പറയുന്നത് അത് അൺസീൽഡ് ആണ്. അപ്പോൾ അതിന് നമുക്ക് 2W4 എന്ന് എഴുതി വയ്ക്കാം. അതായത് 2ാമത്തെ വൈറ്റ് പാക്കറ്റിലെ 4ാമത്തെ കവർ അവിടെ അൺസീൽഡ് ആവുന്നതുകൊണ്ട് നമുക്ക് S എഴുതേണ്ട കാര്യമില്ല. ഇനി പാക്കറ്റ് നമ്പർ 3-ലെ ആദ്യത്തെ കവർ, അതിന്റെ കോഡ് നമ്പർ എന്ന് പറയുമ്പോൾ 3WS1, അതായത് 3WS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാമത്തെ പാക്കറ്റ് വൈറ്റ്, S എന്ന് പറയുമ്പോൾ സീൽഡ് ആണ്, അതിലെ 1, 3WS1. അപ്പോൾ ഈ രീതിയിൽ കോഡ് നാമങ്ങൾ കൊടുത്ത് കവറുകൾ നമ്മൾ തലേ ദിവസം തയ്യാറാക്കി വെക്കണം. അതുപോലെ തന്നെ ഓരോ കവറിലും ഇടേണ്ട ഫോമുകൾ, അതായത് ഫോമുകൾ എത്രമാത്രം ഫില്ല് ചെയ്യാൻ സാധിക്കുന്നോ അത്രമാത്രം തലേ ദിവസം തന്നെ ഫില്ല് ചെയ്ത് വെക്കുക. ബാക്കി ഫില്ലിംഗ് ഒക്കെ നമുക്ക് ഇലക്ഷൻ പോളിംഗ് ഡേയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു മിനിറ്റ്, ഈ ജോലികളൊക്കെ തലേ ദിവസം തന്നെ ചെയ്യണം എന്ന് പറയുന്നത് വെറുമൊരു നിർദ്ദേശം മാത്രമാണോ? അതോ വോട്ടെടുപ്പ് ദിവസത്തെ സമയക്രമം പാലിക്കാൻ ഇത് കർശനമായും ചെയ്യേണ്ട കാര്യമാണോ? അതൊരു നിർദ്ദേശം മാത്രമല്ല, നിർബന്ധമായും ചെയ്തിരിക്കേണ്ട കാര്യമാണ്. കാരണം രാവിലെ ഇതൊക്കെ ചെയ്യാൻ നിന്നാൽ വോട്ടെടുപ്പ് തുടങ്ങാൻ തന്നെ വൈകും. തലേ ദിവസം പോളിംഗ് ടീമിന്റെ സഹായത്തോടെ ഈ ജോലികൾ പൂർത്തിയാക്കുന്നത് PROയെ വളരെയധികം സഹായിക്കും. ഓക്കെ, പിന്നെ വോട്ടേഴ്സ് സ്ലിപ്പുകളുടെ കാര്യത്തിലും ചില തയ്യാറെടുപ്പുകളുണ്ടല്ലോ. അതെ, വോട്ടേഴ്സ് സ്ലിപ്പുകളിൽ ക്രമനമ്പർ ഇടുക, ഡിസ്റ്റിങ്ക്വിഷിംഗ് മാർക്ക് സീൽ പതിപ്പിക്കുക, 2ാം പോളിംഗ് ഓഫീസറുടെ ഒപ്പിടുക, തുടർന്ന് 100 എണ്ണത്തിന്റെ ബണ്ടിലുകളാക്കി മാറ്റുക. ഇതൊക്കെ തലേദിവസം തന്നെ തീർക്കണം. അപ്പോൾ രാവിലെ സമയം ഒരുപാട് ലാഭിക്കാം. പിന്നെ ഇലക്ഷൻ സാമഗ്രികൾ സൂക്ഷിക്കുന്ന അഡ്രസ് ടാഗുകളിലും ആവശ്യമായ വിവരങ്ങളും സീലും പതിപ്പിക്കണമെന്ന് മാർഗരേഖയിൽ പറയുന്നുണ്ട്. ശരിയാണ്. കൂടാതെ മറ്റൊരു പ്രധാന കാര്യമുണ്ട്. ടെൻഡേർഡ് ബാലറ്റ് പേപ്പറുകൾ, സ്പെഷ്യൽ ടാഗ്, ഗ്രീൻ പേപ്പർ സീൽ, പിങ്ക് പേപ്പർ സീൽ എന്നിവയുടെ നമ്പറുകൾ പ്രത്യേകം കുറിച്ചെടുക്കണം.
ഈ നമ്പറുകൾ നേരത്തെ കുറിച്ചെടുക്കുന്നത് അടിയന്തര ഘട്ടങ്ങളിൽ വളരെ ഉപകാരപ്പെടുമല്ലോ അല്ലേ? തീർച്ചയായും. പിന്നെ വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത് ക്യൂവിൽ നിൽക്കുന്ന വോട്ടർമാർക്ക് നൽകാനുള്ള ക്രമ നമ്പർ രേഖപ്പെടുത്തിയ സ്ലിപ്പുകൾ തലേദിവസം തന്നെ തയ്യാറാക്കി വെക്കണം. ഓ, അത് വളരെ അത്യാവശ്യമാണ്. ആ തിരക്കിനിടയിലിരുന്ന് സ്ലിപ്പിൽ നമ്പർ എഴുതാൻ സാധിക്കില്ലല്ലോ. പിന്നെ സ്ത്രീ പുരുഷ വോട്ടർമാരുടെ എണ്ണം എളുപ്പത്തിൽ കണക്കാക്കാൻ നമ്പർ രേഖപ്പെടുത്തിയ പേപ്പർ തയ്യാറാക്കുന്നതും നല്ലതാണ്. അതെ, ഒന്നാം പോളിംഗ് ഓഫീസർക്ക് അത് വളരെ വലിയൊരു സഹായമായിരിക്കും. അപ്പൊ തലേദിവസത്തെ ഈ തയ്യാറെടുപ്പുകൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും സുപ്രധാനമായ മോക്ക് പോളിലേക്കും മെഷീൻ ക്രമീകരണങ്ങളിലേക്കുമാണ് നമ്മൾ കടക്കുന്നത്. വോട്ടെടുപ്പ് ദിവസത്തെ ഏറ്റവും നിർണായകമായ നടപടിയാണല്ലോ ഈ മോക്ക് പോൾ. EVM വിവിപാറ്റ് മെഷീനുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമല്ലോ. അതെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം, ഒരു കാരണവശാലും ബാലറ്റ് യൂണിറ്റുകളോ കൺട്രോൾ യൂണിറ്റുകളോ വിവിപാറ്റുകളോ തറയിൽ വെക്കാൻ പാടില്ല എന്നതാണ്. തറയിൽ വെക്കാൻ പാടില്ല. അപ്പൊ അവ എപ്പോഴും മേശപ്പുറത്ത് തന്നെ വെക്കണമല്ലേ? അതെ, മേശപ്പുറത്ത് തന്നെ വെക്കണം. കൂടാതെ ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ എല്ലാവർക്കും കാണാവുന്ന രീതിയിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. ആരും കേബിളുകളോ ഒളിച്ചുവെക്കാൻ പാടില്ല. സുതാര്യത ഉറപ്പാക്കാനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി മോക്ക് പോളിലേക്ക് വരാം. പോളിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ വേണമല്ലോ മോക്ക് പോൾ നടത്താൻ. ഇതിൽ എത്ര വോട്ടുകൾ ചുരുങ്ങിയത് ചെയ്യണം? കുറഞ്ഞത് 50 വോട്ടുകളെങ്കിലും രേഖപ്പെടുത്തണം എന്നാണ് നിയമം. നോട്ട ഉൾപ്പെടെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും കുറഞ്ഞത് ഒരു വോട്ടെങ്കിലും ലഭിച്ചിരിക്കണം. 50 വോട്ടുകൾ. ഓക്കെ. ഈ മോക്ക് പോളിന് ശേഷം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അവിടെയാണ് പ്രധാനപ്പെട്ട ചില നടപടിക്രമങ്ങളുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മോക്ക് പോളിന് ശേഷം കൺട്രോൾ യൂണിറ്റിൽ നിന്ന് ഫലം ക്ലിയർ ചെയ്യണമെന്നതാണ്. അതായത് വോട്ടുകൾ ഡിലീറ്റ് ചെയ്യണമെന്നത്. പഴയ വോട്ടുകൾ അതിൽ കിടക്കാൻ പാടില്ല. പൂർണ്ണമായും പൂജ്യമാക്കണം. അതെ അതെ, കൺട്രോൾ യൂണിറ്റിൽ വോട്ടുകൾ പൂജ്യമാണെന്ന് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ ഏജന്റുമാരെ ബോധ്യപ്പെടുത്തുകയും വേണം. അതുപോലെ വിവിപാറ്റ് ഡ്രോപ്പ് ബോക്സിൽ നിന്ന് ആ മോക്ക് പോൾ സ്ലിപ്പുകൾ പൂർണ്ണമായും മാറ്റണം. ഈ ഡ്രോപ്പ് ബോക്സിൽ സ്ലിപ്പുകളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണമല്ലോ. തീർച്ചയായും സർട്ടിഫിക്കറ്റ് തയ്യാറാക്കണം. അതിനുശേഷം ഒന്നാം വോട്ടർ ഫോം 17A ഒപ്പിടുന്നതിന് മുമ്പൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ട് പരിശോധിച്ച് പൂജ്യമാണെന്ന് ഒന്നാം പോളിംഗ് ഓഫീസർ മഷിയിൽ രേഖപ്പെടുത്തണം. ഓക്കേ. ഇവിടെ എനിക്കൊരു സംശയം ചോദിക്കാനുണ്ട്. മോക്ക് പോൾ സമയത്ത് ഏജന്റുമാരാരും എത്തിയില്ലെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസർ എന്ത് ചെയ്യും? അവർ വരുന്നതിവിടെ കാത്തിരിക്കാൻ കഴിയോ? ഇല്ല, അങ്ങനെ അനിശ്ചിതമായി കാത്തിരിക്കാൻ കഴിയില്ല. ഏജന്റുമാരാരും എത്തിയില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് മാത്രം കാത്തിരിക്കാം. 15 മിനിറ്റ് മാത്രം? എന്നിട്ടും ആരും എത്തിയില്ലെങ്കിലോ? എന്നിട്ടും ആരും വന്നില്ലെങ്കിൽ PRO മോക്ക് പോൾ നിർബന്ധമായും നടത്തണം. ഏജന്റുമാരുടെ അഭാവം മോക്ക് പോൾ വൈകിപ്പിക്കാനോ യഥാർത്ഥ വോട്ടെടുപ്പ് വൈകിപ്പിക്കാനോ കാരണമാകരുത്. അത് വളരെ കർശനമായ നിർദ്ദേശമാണ്. അത് വളരെ വ്യക്തമാണ്. അപ്പോ യഥാർത്ഥ വോട്ടെടുപ്പ് തുടങ്ങുന്നതിന് തൊട്ടുമുമ്പ് 1951 ജനപ്രാതിനിധ്യ നിയമത്തിലെ 128 വകുപ്പ് പ്രകാരമുള്ള ഒരു മുന്നറിയിപ്പ് ഉച്ചത്തിൽ വായിച്ചു കേൾപ്പിക്കണമെന്ന് മാർഗരേഖയിലുണ്ട്. അതെന്തിനാണ്? രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. വോട്ടിംഗ് വളരെ രഹസ്യമായിരിക്കണം എന്നത് ജനാധിപത്യത്തിൽ നിർബന്ധമാണല്ലോ. അതെല്ലാവരെയും ഓർമ്മിപ്പിക്കാനാണ് അത് ഉച്ചത്തിൽ വായിക്കുന്നത്. മനസ്സിലായി. അപ്പോൾ മോക്ക് പോളും സീലിംഗും കഴിഞ്ഞ് വോട്ടെടുപ്പ് ആരംഭിക്കുകയാണ്. ഇനി നമ്മൾ പരിശോധിക്കുന്നത് വോട്ടെടുപ്പ് സമയത്തെ കർശനമായ നിരീക്ഷണ ചുമതലകളാണ്. അതെ, നിശ്ചയിച്ചിട്ടുള്ള കൃത്യസമയത്ത് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കണം. വോട്ടെടുപ്പ് നടക്കുമ്പോൾ PRO വെറുതെ ഇരിക്കാൻ പാടില്ല. കൃത്യമായ ഇടവേളകളിൽ കൺട്രോൾ യൂണിറ്റിലെ ആകെ വോട്ടുകൾ പരിശോധിക്കണം. അതായത് വോട്ടർ സ്ലിപ്പിലെ ഫോം 17A ക്രമനമ്പർ അനുസരിച്ച് തന്നെയാണ് കൺട്രോൾ യൂണിറ്റിലും വോട്ടുകൾ രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് ഉറപ്പാക്കുക, അല്ലേ? അതെ, രണ്ടും ടാലിയാകണം. പിന്നെ വോട്ടർമാർ ബാലറ്റ് യൂണിറ്റിലോ വിവിപാറ്റിലോ എന്തെങ്കിലും കൃത്രിമം കാണിക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിക്കണം. വോട്ടിംഗ് കമ്പാർട്ട്മെന്റിനുള്ളിൽ എന്തെങ്കിലും കൃത്രിമം നടക്കുന്നുണ്ടെന്ന് സംശയം തോന്നിയാൽ PROക്ക് എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെ കയറി നോക്കാൻ അധികാരമുണ്ടോ? അധികാരമുണ്ട്. റൂൾ 49Q പ്രകാരം സംശയം തോന്നിയാൽ വോട്ടിംഗ് കമ്പാർട്ട്മെന്റിൽ പ്രവേശിക്കാൻ PROക്ക് സാധിക്കും. എന്നാൽ ഒരു കാരണവശാലും തനിയെ പോകരുത്. തനിയെ പോകരുത്? അതെന്താ അങ്ങനെ പറയുന്നത്?
സുതാര്യത ഉറപ്പാക്കാനാണ് ഒന്നോ രണ്ടോ പോളിംഗ് ഏജന്റുമാരെ കൂടി ഒപ്പം കൊണ്ടുപോകണം. അല്ലെങ്കിൽ വെറുതെ ആവശ്യമില്ലാത്ത സംശയങ്ങൾക്കതിടയാക്കും. ശരിയാണ്. നമ്മൾ തനിയെ പോയാൽ നമ്മളെന്തോ കൃത്രിമം കാണിക്കാൻ പോയതാണെന്ന് മറ്റുള്ളവർക്ക് തോന്നാം. പിന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരോ ഏജന്റുമാരോ പോളിംഗ് സ്റ്റേഷനുള്ളിൽ അനാവശ്യമായി നടക്കുന്നത് തടയുകയും ചെയ്യണമല്ലോ. തീർച്ചയായും എല്ലാവരും അവരവർക്ക് നിശ്ചയിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കണം. എനിക്കിവിടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. അപ്രതീക്ഷിതമായ എന്തെങ്കിലും കാരണങ്ങളാൽ രാവിലെ വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകിയാൽ ആ വൈകിയ സമയം പരിഹരിക്കാനായി വൈകുന്നേരം വോട്ടെടുപ്പ് സമയം നീട്ടി നൽകാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് അധികാരമുണ്ടോ? ഇല്ല, യാതൊരു അധികാരവുമില്ല. എത്ര വലിയ കാരണത്താൽ വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകിയാലും വോട്ടെടുപ്പ് സമയം നീട്ടി നൽകാൻ പ്രിസൈഡിംഗ് ഓഫീസർക്ക് കഴിയില്ല എന്ന് മാർഗരേഖ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഓ, അപ്പം നിയമം വളരെ കർശനമാണ്. സമയത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. ഇനി നമുക്ക് അവസാനമായി സമയം അവസാനിക്കുമ്പോഴുള്ള നടപടിക്രമങ്ങളും രേഖകൾ കൈമാറുന്നതും എങ്ങനെയെന്ന് മനസ്സിലാക്കാം. 6 മണിക്ക് എന്താണ് സംഭവിക്കുന്നത്? വോട്ടെടുപ്പ് അവസാനിക്കുന്ന സമയത്ത്, അതായത് 6 മണിക്ക്, ക്യൂവിൽ നിൽക്കുന്ന എല്ലാവർക്കും അവസാനം മുതൽ ആരംഭം വരെ സ്ലിപ്പുകൾ നൽകണം. അവസാനം മുതൽ ആരംഭം വരെയോ? അതായത് ഏറ്റവും പുറകിൽ നിൽക്കുന്നയാൾക്ക് ക്രമനമ്പർ 1 നൽകണം, അല്ലേ? അതെ, ഏറ്റവും പുറകിൽ നിൽക്കുന്ന ആൾക്ക് നമ്പർ 1ഉം അങ്ങനെ മുന്നോട്ട് വന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾക്ക് അവസാന നമ്പരും കൊടുക്കണം. ഇത് 6 മണിക്ക് ശേഷം ആരും ക്യൂവിൽ കയറുന്നില്ല എന്ന് ഉറപ്പാക്കാനാണ്. വളരെ കൃത്യമായൊരു രീതിയാണിത്. അങ്ങനെ ആ സ്ലിപ്പ് കിട്ടിയ എല്ലാവരും വോട്ട് ചെയ്ത് കഴിയുമ്പോൾ പോളിംഗ് പൂർത്തിയാകും. അതിനുശേഷം കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തി വോട്ടെടുപ്പ് അവസാനിപ്പിക്കുക. ശരിയാണ്. ആ ക്ലോസ് ബട്ടൺ അമർത്തുന്നത് വളരെ പ്രധാനമാണ്. അതിനുശേഷമാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ഫോം 17C തയ്യാറാക്കേണ്ടത്. അക്കൗണ്ട് ഓഫ് വോട്ട്സ് റെക്കോർഡഡ് എന്ന ഫോം 17C. ഇതിൽ പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങണമല്ലോ. ഒപ്പുവാങ്ങുക മാത്രമല്ല, ഈ ഫോം 17Cയുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ പോളിംഗ് സ്റ്റേഷനിൽ ഹാജരുള്ള ഓരോ സ്ഥാനാർത്ഥിയുടെയും പോളിംഗ് ഏജന്റിന് അപ്പോൾ തന്നെ നൽകേണ്ടതാണ്. അതായത് അവിടെ വെച്ച് തന്നെ പകർപ്പ് നൽകണമെന്ന്. ഫോം 17C തയ്യാറാക്കുന്ന സമയത്ത് ഏജന്റുമാർക്ക് അവിടെ വെച്ച് തന്നെ പകർപ്പ് നൽകണമെന്ന് ഇത്ര നിർബന്ധം പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഈ ഫോം 17C. പോൾ ചെയ്ത കൃത്യം വോട്ടുകളുടെ കണക്കാണത്. അപ്പോ അത് അപ്പോൾ തന്നെ ഏജന്റുമാർക്ക് നൽകിയാൽ പിന്നെ അവർക്ക് സംശയങ്ങളൊന്നും ഉണ്ടാകില്ല. അതെ, അത് നൽകുന്നത് വഴി പിന്നീട് ഉണ്ടാകാനിടയുള്ള എല്ലാ സംശയങ്ങളും ആരോപണങ്ങളും ഒഴിവാക്കപ്പെടുന്നു. ഇത് നൽകിയതിനെക്കുറിച്ച് PRO ഒരു ഡിക്ലറേഷനും നടത്തണം. ഈ ഫോം നിയമസഭാ മണ്ഡലത്തിലെ ഏജന്റുമാർക്ക് മാത്രമേ നൽകാവൂ എന്നൊരു നിബന്ധന കൂടിയുണ്ട്. മനസ്സിലായി. പിന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചെക്ക് മെമ്മോ കൃത്യമായി പൂരിപ്പിച്ച് സൂക്ഷിക്കുകയും വേണമല്ലോ. എല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്തുവെന്ന് ഉറപ്പുവരുത്താൻ ഈ ചെക്ക് മെമ്മോ സഹായിക്കും. തീർച്ചയായും. ഈ ഓരോ ഫോമും പാക്കറ്റുകളും കൃത്യമായി തരംതിരിച്ച് സീൽ ചെയ്ത് കൈമാറുന്നതോടെയാണ് ഒരു PROയുടെ ഡ്യൂട്ടി അവസാനിക്കുന്നത്. അപ്പോ നമ്മൾ ഈ മാർഗരേഖകൾ മുഴുവൻ പരിശോധിച്ചു. ഒരു പ്രിസൈഡിംഗ് ഓഫീസർ എന്നത് വെറുമൊരു മേൽനോട്ടക്കാരൻ മാത്രമല്ല, ആ പോളിംഗ് സ്റ്റേഷനിലെ തിരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ പൂർണ്ണ നിയന്ത്രണമുള്ള ഉദ്യോഗസ്ഥനാണെന്ന് നമ്മൾ കണ്ടു. അതെ, സുതാര്യതയും രഹസ്യ സ്വഭാവവും ഉറപ്പുവരുത്തുന്ന പൂർണ്ണ അധികാരിയാണ് PRO. മോക്പോൾ മുതൽ ഫോം 17C കൈമാറുന്നതുവരെയുള്ള ഓരോ ചുവടും യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പാലിക്കപ്പെടേണ്ടതുണ്ട്. ഈ പരിശീലന സെഷൻ കേൾക്കുന്ന ഒരു പോളിംഗ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. നിങ്ങൾ ഈ ചട്ടങ്ങളും നടപടിക്രമങ്ങളും ഒരു പുസ്തകം നോക്കി യാന്ത്രികമായി ചെയ്യുന്നതിനപ്പുറം ഒരു വലിയ അർത്ഥം ഇതിനുണ്ട്. തീർച്ചയായും. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യമാണ്. നിങ്ങളിത് എത്രത്തോളം കൃത്യതയോടെ ചെയ്യുന്നു എന്നതിലാണ് ആ ബൂത്തിലേക്ക് വരുന്ന ഓരോ സമ്മതിദായകനും ഈ ജനാധിപത്യത്തിലുള്ള വിശ്വാസം ഉറപ്പിക്കപ്പെടുന്നത്. ഈ നിയമങ്ങളുടെ കർശനമായ പാലനം എങ്ങനെയാണൊരു സാധാരണ പൗരന്റെ വോട്ടിന്റെ പവിത്രത സംരക്ഷിക്കുന്നത് എന്ന് സ്വയം വിലയിരുത്തുക. അതെ, ഓരോ പോളിംഗ് ഉദ്യോഗസ്ഥനും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണത്. ഈ വിശദമായ പഠന സെഷൻ കേട്ടതിന് നന്ദി. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി മികച്ച രീതിയിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ.